ഹായ് ഫ്രണ്ട്സ്, തനി നാടൻ സാമ്പാർ പൊടി നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് ഒന്ന് നോക്കാം. തനി നാടൻ സാമ്പാർ പൊടി തന്നെ പറയാം. ആദ്യമായി ഒരു ഊട്ടുരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ഞെട്ട് കളഞ്ഞിട്ട് നന്നായി വറുത്തെടുക്കുക. നമുക്കിത് വറുത്തതിന് ശേഷം അതിൻ്റെ ഞെട്ട് കളഞ്ഞാലും മതി കേട്ടോ. തരിയൊക്കെ അധികം മൂത്ത് പോകാതിരിക്കാൻ നമുക്ക് ആദ്യമേ കളയുന്നതിനെക്കാട്ടും നല്ലത് അതിന് ശേഷം കളയുന്നതാണ്. പിന്നെ അല്പം തുവരപ്പരിപ്പ്, ഉഴുന്ന്, ജീരകം, കുരുമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം. അതുപോലെ നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അരി ഇതിന് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ സാധാരണ റേഷൻ അരിയാണ് എടുത്തത്. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും പാകം ഞാനൊന്ന് കടിച്ച് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ ഇനി കായം, കട്ടക്കായമാണ് ഇവിടെ എടുത്തത്. കായം ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതുപോലെ മല്ലിയും നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. കറിയിൽ ഏറ്റവും സ്വാദ് കൂട്ടുന്നത് മല്ലിയാണല്ലോ. നമ്മൾ ചിക്കൻ കറിയിലാണെങ്കിലും സാമ്പാറിലാണെങ്കിലും മല്ലിപ്പൊടി ഇട്ടാൽ അതിനൊരു പ്രത്യേക രുചിയാണല്ലോ. മല്ലി നന്നായിട്ട് വറുത്തെടുത്ത് വെക്കുക. അതുപോലെ കറിയിൽ കേമൻ കറിവേപ്പില എന്നാണല്ലോ. കറിവേപ്പില എടുത്ത് കളഞ്ഞാലും അതിൻ്റെ ഗുണങ്ങൾ അതിൽ കിട്ടുമല്ലോ. അപ്പോൾ പൊടിച്ച് ചേർക്കുമ്പോൾ അതിലേറെ ഗുണം കിട്ടും. ഇവിടെ കറിവേപ്പിലയും നന്നായിട്ടൊന്ന് വറുത്ത് കോരുക. ഉലുവ കുറച്ച് മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഉലുവ മതി. അത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്ത്. ഇതെല്ലാം വറുത്ത് കോരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുക്കുന്ന ആ സാമ്പാർ പൊടിക്ക് പ്രത്യേക രുചി തന്നെയാണ്. തനി നാടൻ എന്ന് പറയുന്നതിന് കാരണം തന്നെ അതാണ്. നമ്മളപ്പം തിരക്ക് പിടിച്ച സമയത്തെല്ലാം വാങ്ങിയാണല്ലോ ഉപയോഗിക്കുക. അപ്പം നമ്മൾ തന്നെ വീട്ടിൽ സമയം കിട്ടുമ്പം ഇങ്ങനെ ഒന്ന് കഴുകി വറുത്ത് ഒന്ന് പൊടിച്ച് നോക്കൂ. അതിൻ്റെ രുചി വേറെ തന്നെയാണ്. എനിക്കിവിടെ നല്ല രുചിയുള്ളൊരു സാമ്പാർ പൊടി കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രുചിയുള്ള സാമ്പാർ കൂട്ട്.